ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഉണ്ണി മുകുന്ദനെ നായകനാക്കി അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മാർക്കോ. മാർക്കോയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ഭയങ്കര സ്വീകരണമായിരുന്നു പ്രേക്ഷകർക്കിടയിൽ മാർക്കോയുടെ ട്രെയിലറിന് ലഭിച്ചത്. തുടർന്ന് ഈ പടത്തിന്റെ ആദ്യ സോങ് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി. അതിനും നല്ല സ്വീകരണം തന്നെയായിരുന്നു ആദ്യ മണിക്കൂറിൽ ലഭിച്ചുകൊണ്ടിരുന്നത്. പാട്ട് പാടിയിരുന്നത് നമ്മുടെ സ്വന്തം ഡാസ്ബി ആയിരുന്നു. നമുക്കെല്ലാം അറിയാം, മലയാള ഇൻഡസ്ട്രിയിലെ ഒരു പ്രധാന റാപ്പറാണ് ഡാസ്ബി. ഡാസ്ബി ആയിരുന്നു പാട്ട് പാടിയിരുന്നത്. എന്നാൽ പാട്ട് റിലീസായ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ധാരാളം നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങി. പാട്ട് കൊള്ളില്ലെന്നും ഡാസ്ബിയുടെ സൗണ്ട് കൊള്ളില്ലെന്നും എല്ലാമായിരുന്നു കമന്റുകളിൽ കൂടുതലും. അത്തരത്തിൽ ധാരാളം നെഗറ്റീവ് കമന്റുകൾ വന്നതിനെ തുടർന്ന് മാർക്കോ ടീം ആ പാട്ട് പിൻവലിക്കുകയും അതിനു പകരമായി മറ്റൊരു ഗായകനെ വെച്ച് ആ പാട്ട് വീണ്ടും പാടിപ്പിച്ച് അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുകയുമാണ് ചെയ്തത്. രണ്ടാമത് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് KGF അടക്കം ഗാനം ആലപിച്ചിട്ടുള്ള സന്തോഷ് വെങ്കിയാണ് ഈ ഗാനം രണ്ടാമത് പാടിയിരിക്കുന്നത്. മാർക്കോ ടീം ഇങ്ങനെ ചെയ്തതിനെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടഭിപ്രായങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, ഡാസ്ബി പാടി അത് ആദ്യം അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് സമയങ്ങൾക്ക് ശേഷം അത് ഡിലീറ്റ് ചെയ്യുകയും അതിനുശേഷം മറ്റൊരു ഗായകനെ കൊണ്ട് പാടിപ്പിക്കുകയും ചെയ്തത് മോശമായെന്നാണ് ആദ്യത്തെ വിഭാഗം വാദിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗം വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡാസ്ബിന്റെ സൗണ്ട് കൊള്ളത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പാടിയതും ശരിയായില്ല, രണ്ടാമത് അപ്ലോഡ് ചെയ്ത ആളുടെയാണ് നന്നായിരിക്കുന്നത്, അതുകൊണ്ട് അതായിരുന്നു നല്ല തീരുമാനമെന്നും പറയുന്നവരുണ്ട്. ഇതിന്റെ ഇടയിൽ ചിലർ പറയുന്നത് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ചില ചീപ്പ് നമ്പറുകൾ മാത്രമാണ് ഇതൊക്കെയെന്നാണ്. എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് മാർക്കോയുടെ ഒഫീഷ്യൽ ടീം പറയുന്നത് ഇങ്ങനെയാണ്: മാർക്കോയുടെ ആദ്യ സിംഗിൾ ബ്ലഡ് പുറത്തിറങ്ങിയതിനെ തുടർന്ന് നിങ്ങൾ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാനും മികച്ചത് ഒരുക്കാനുള്ള അവസരവുമായി കണക്കാക്കുന്നു. പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ചുള്ള ഉള്ളടക്കം സൃഷ്ടിക്കുന്നതിൽ ഞങ്ങൾ പ്രതിബദ്ധരാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് KGF ഫ്രെയിം സന്തോഷ് വെങ്കിയുടെ വോയിസ് ഉൾക്കൊള്ളിച്ചുള്ള ബ്ലഡിന്റെ പുതിയ പതിപ്പ് പുറത്തിറക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാണ്, കൂടുതൽ മികച്ചത് പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഒരു നോട്ട് ഇറങ്ങിയിരിക്കുന്നത്. കൂടാതെ ഈ യാത്രയിൽ നിങ്ങളുടെ തുടർച്ചയായ പിന്തുണയ്ക്കും വിശ്വാസത്തിനും നന്ദിയും ഇവർ പറയുന്നുണ്ട്. ഇതാണ് മാർക്കോ ടീമിന്റെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുറത്തു വന്നിട്ടുള്ളത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ ഗാനത്തെ മാറ്റി മറ്റൊരു ഗായകനെ കൊണ്ട് പാടിപ്പിച്ചു, അത്രയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഡാസ്ബിനെ കൊണ്ട് ആദ്യം പാടിപ്പിച്ചിട്ട് ഇവരുടെ ടെക്നിക്കൽ ടീമിനെ അത് പരിശോധിച്ച് അത് ഓക്കെ അല്ലായിരുന്നെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാതിരിക്കായിരുന്നു. അപ്പോൾ തന്നെ മറ്റൊരു ഗായകനെ കൊണ്ട് പാടിപ്പിച്ചതിന് ശേഷം അത് ഓക്കെ ആണെന്ന് അവർക്ക് തോന്നിയെങ്കിൽ അത് അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. എന്തായാലും ഡാസ്ബിയുടെ ഒന്നും പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. ചിലപ്പോൾ ഈ പ്രതികരണം വരുമായിരിക്കും. ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ പാട്ട് ആദ്യം തന്നെ അവരുടെ ടെക്നിക്കൽ ടീം പരിശോധിച്ച് ഇറക്കേണ്ടതല്ലായിരുന്നു? അല്ലെങ്കിൽ ഈ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് രണ്ടാമത് മറ്റൊരാളെ കൊണ്ട് പാടിപ്പിച്ചത് നന്നായി തോന്നുന്നുണ്ടോ? അതോ ഇതെല്ലാം ഒരു മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.